ഹായ് ഓൾ, ഇന്ന് നമ്മൾ ബീച്ചിൽ പോയതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇടുന്നത്. ബീച്ചിൽ പോയപ്പോൾ നല്ല രസമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ സ്ട്രെസ്സൊക്കെ ഉള്ളപ്പം ബീച്ചിൽ പോയിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. ഒരു മെഡിറ്റേഷൻ പോലെയാണ്. പിന്നെ സൺ ബാത്ത് നല്ലതാണ്. കുറച്ച് നേരം നമ്മൾ സൺലൈറ്റൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. എപ്പോഴും കാറിനകത്തോ വീടിനകത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു സൺലൈറ്റൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അങ്ങനെ ബീച്ചിൻ്റെ നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ നിന്നപ്പോഴാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സിനിമാറ്റിക് ഓട്ടം നടത്തിയല്ലോ എന്ന് ഞാൻ അമിച്ചിനോട് പറഞ്ഞത്. പക്ഷേ വമ്പൻ ഫ്ലോപ്പായിരുന്നു ഗൈസ്, വമ്പൻ ഫ്ലോപ്പായിരുന്നു. ഈ പരിപാടി എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്ക് 2-3 തവണ ഓടിപ്പം തന്നെ മനസ്സിലായി. ആ ഒരു ദുരന്തം ഒന്നുകൂടെ റീടേക്ക് എടുത്ത് കാണിച്ചു തരാം, കണ്ടോളൂ. ആ പരിപാടി ഫ്ലോപ്പായതോടെ പിന്നെ ഞാനും അമ്മിച്ചു ആ ചമ്മലും മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയിലേക്ക് കടന്നു. അതായത് ആമ, തവള, കുതിര, മുതലയൊക്കെ നമ്മളുടെ സാൻഡിലുണ്ടാക്കി വെക്കുന്ന ബീച്ചിലെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, നോർമൽ റൊട്ടീൻ എന്നുണ്ടെങ്കിൽ പറയാം. നമ്മളെപ്പോൾ ബീച്ചിൽ പോയാലും ഇത് കളിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. കുട്ടികളുടെ കൂടെ കുറച്ച് സമയം നമ്മളിങ്ങനെ ചെയ്യണം. അത് കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ്. കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിനും അവരുടെ ഒരു എന്താണ് പറയുക, അവർക്ക് സന്തോഷം കൊടുക്കുന്ന എല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അച്ഛനും അമ്മയോട് ഗംഭീര ചർച്ചയിലാണ്, എന്താണെന്ന് അറിയില്ല. ഞാനിവിടെ അമിച്ചുമായിട്ട് ഫുൾ ബിസിയായിരുന്നു. എന്റെ പണി എന്താന്ന് വെച്ചാ ഇങ്ങനെ ബക്കറ്റില് ഈ മണ്ണ് നിറയ്ക്കുക, ഇവിടെ കൊണ്ടുവന്ന് ചമക്കുക. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു ഈവനിങ് കഴിഞ്ഞ് ഞങ്ങൾ സെൽഫിയും എടുത്തത് മാൻഡേറ്ററി ആണല്ലോ. അതുകൂടെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ദോശയും കടലൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു. ബൈ ബൈ.